ഹലോ ഗായ്സ്, അങ്ങനെ ഗോവയുടെ ഫൈനൽ പാർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നൈറ്റ് ലൈഫ് ഒക്കെ കാണിക്കുന്ന ഈ ഒരു വ്ളോഗ്. ഐ ലവ് ഗോവ, ഇതാണ് നമ്മൾ ലാസ്റ്റ് കാണിച്ച ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുടാമണികളൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ബീച്ച് സൈഡിലെ ഈ ഒരു കഫേയിലൊക്കെ നമ്മൾ പോയി 2 ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ കിടന്ന് ആടുകയാണ്. കാരണം അവിടെ ആടണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടേക്ക് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സൺസെറ്റ് കാണാനാണ്. എൻ്റെ ഭർത്താവിനെ ഞാൻ വലിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഒരു തൊപ്പിക്കുള്ളിൽ മറ്റൊരു തൊപ്പിയുമായി ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ റെഡൊക്കെ ഇട്ട് പോവുകയാണ്. കാരണം ഇന്ന് ഒരു റെഡ് മയമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ആനിവേഴ്സറിയുടെ ഒരു നൈറ്റ് ആണല്ലോ. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് തൊപ്പിയും ബീച്ച് തൊപ്പിയൊക്കെ ഒരുമിച്ചൊക്കെ ഇട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറച്ച് ഡാൻസൊക്കെ ആവല്ലോ അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ സൺസെറ്റ് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്ക് ചെയ്യാൻ പോയി. പാർക്ക് ചെയ്ത് അടുത്തൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബീച്ചിന്റെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, എല്ലാം അടുത്തടുത്താണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ പോയാലേ നമുക്ക് എൻട്രി വഴി നമുക്ക് ബീച്ചിലേക്ക് കയറാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്നുണ്ട് നേരെ നോക്കിയാൽ അടുത്ത ബീച്ചിലോട്ട് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോവാം. പക്ഷേ കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ എന്നാലും നമുക്ക് ആ എൻട്രിയുടെ ആർച്ച് സംഭവം കാണാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബീച്ചിൽ നിന്ന് അടുത്ത ബീച്ചിലോട്ട് സ്കൂട്ടിയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ നൈറ്റ് ലൈഫ് തുടങ്ങാനായിട്ട് ആ ഗോവ ഫുൾ റെഡി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് റൊമാൻറ്റിക് ഡാൻസ് കളിക്കുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ റെഡും അതുപോലെ ബ്ലൂ അങ്ങനെ യെല്ലോ പല കളറിലാണ് ഓരോ ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റ്സ് അവർ അവിടെ ലൈറ്റൊക്കെ ചെയ്യുന്നത്. പല കളേഴ്സാണ്. അപ്പം ഞാൻ ഇപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നത് റെഡിൻ്റെ ലൈറ്റ്സ് ഉള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്താണ്. കാരണം അവിടെ ഫുൾ പാട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദി നല്ല ഡപ്പാങ്കുത്ത് സോങ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ട് ഇങ്ങനെ മാനസമായി ഇനി പാടാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് ഇങ്ങനെ തുള്ളിക്കളിക്കണം, കുഞ്ഞിപ്പുഴ പോലെ നിൽക്കാനേ പറ്റൂ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കടലിൽ ഇറങ്ങി ഓടാൻ തോന്നി. കാരണം എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് തന്നെ തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നു അവിടെ. അപ്പോൾ കടൽ കഴിഞ്ഞ് നമ്മുടെ കരഭാഗത്ത് നോക്കുമ്പോൾ ഫുൾ എല്ലാവരും നൈറ്റ് ആ ഒരു സമയത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഒന്നും കുറച്ചില്ല. നമ്മുടെ ആ ഒരു ആനിവേഴ്സറി നൈറ്റ് നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ക്യാൻഡിൽ ലൈറ്റും പിന്നെ നമ്മുടെ 2 കോഫി, ഒരു പാൻ കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ നമ്മുടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഈവനിങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മുടെ 1 വർഷം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ഒരു രാത്രിയോടുകൂടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു വള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, വേറെ ഏതോ ഒരു ലോകത്തെന്ന് പോലും നമുക്ക് തോന്നും. ഇതാണ് ഫുൾ നമ്മുടെ ഗോവയുടെ ആ ഒരു നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓരോ റെസ്റ്റോറൻറ്റ്സും ഞാൻ പറഞ്ഞില്ലേ, യെല്ലോ കളർ, ബ്ലൂ കളർ, റെഡ് അങ്ങനെ ഓരോ രീതിയിലാണ് അവർ അവിടെ റെസ്റ്റോറൻറ്റ്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയൊരു കല്യാണ വീടാണോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പാണോ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം പല പല ബീച്ചുകളാണ്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് തോന്നുമെങ്കിലും ആ ഓരോ ബീച്ചിനും ഓരോ പേരുകളാണ്. അങ്ങനെ നമ്മുടെ ഗോവ നമ്മൾ അടിച്ച് പൊളിച്ചു ഗൈസ്. നമ്മുടെ രാത്രിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മൾ വന്ന ആ ഒരു നൈറ്റ് ഡിന്നർ ക്രൂസ് ആയതുകൊണ്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതെ ഫുൾ നമ്മൾ കണ്ണിന് വളരെ കുളിർമയേകുന്ന കാഴ്ചകളും അതുപോലെ നമ്മുടെ കാതിന് എത്രയും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ആയിട്ടുള്ള ഹിന്ദി സോങ്സും ഒക്കെ ആയിരുന്നു അവരിട്ടിരുന്നത്. അങ്ങനെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഹാപ്പി ആയിരുന്നു ഈ ഒരു ബീച്ചുകളിൽ പോയപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആർച്ചാണ് ഇവിടുത്തെ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെ ഓരോ ബീച്ചിന്റെ എൻട്രീസും ഇതുപോലെ ഒരു ആർച്ചാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ട് സന്തോഷിച്ച് ഹാപ്പിയായി നമ്മൾ വീണ്ടും നമ്മുടെ ഒരു റിസോർട്ടിലേക്ക് തിരിച്ചെന്നിരിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ യാത്ര പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഒരു ആനിവേഴ്സറി അല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്, ലവ് എല്ലാമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അടികൂടലില്ലേന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, ഡെയിലി ഉണ്ട്. അതുപോലെ തന്നെ പാച്ചപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ഡേയ്സ് നമുക്ക് സമ്മാനിച്ച എൻ്റെ ദൈവത്തിനും അതുപോലെ ഇതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് സമ്മാനിച്ച നമ്മുടെ പാരൻസിനും എനിക്ക് ലീവ് തന്ന അജിംഷ സാറിനും എല്ലാവരും ഞാൻ ഈ അവസരത്തെ ഓർക്കാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ആസ്. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയൊരു ട്രിപ്പുകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.